പ്രിയ സുഹൃത്തെ, ഇന്നത്തെ വീഡിയോ കടക്കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, നമ്മുടെ ധനത്തെ കൃത്യമായി കൈകാര്യം ചെയ്ത് എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാം എന്നതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യുന്നു. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള കാൽവെപ്പിന് ഈ എപ്പിസോഡ് ഒരു മുതൽക്കൂട്ടായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണുക. കൃത്യമായ മണി മാനേജ്മെന്റിലൂടെ പണവുമായി ബന്ധപ്പെട്ട 100% പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാം. നിങ്ങളുടെ ബാധ്യത 1000-ഓ 10,000-ഓ ലക്ഷങ്ങളോ എത്രയോ ആവട്ടെ, നിങ്ങൾ മനസ്സ് വെച്ചാൽ എല്ലാത്തിനും വഴിയുണ്ട്. കടങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ തീർക്കുന്ന ഒരു മനഃശാസ്ത്ര രീതിയാണ് സ്നോബോൾ മെത്തേഡ്. അത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് കടങ്ങളെ തീർത്തു വരുന്ന ഒരു രീതിയാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മൊത്തം കടത്തിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നതാണ്. അതിൽ പലിശ കൂടുതലുള്ളതും ചെറിയതുമായ ലോണുകൾ ആദ്യം തന്നെ അടച്ചു തീർക്കുക. ലോണിൻ്റെ എണ്ണം കുറയുന്നത് നിങ്ങളിൽ വലിയ ആത്മവിശ്വാസം നൽകും. നിങ്ങൾ വലിയ കടക്കെണിയിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ നല്ല ഒരു കാൽക്കുലേഷൻ തന്നെ അത്യാവശ്യമായി വന്നേക്കാം. കടം എന്നത് ഒരു രോഗം പോലെയാണ്. അത് നമ്മെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. വിദഗ്ധമായ വഴികൾ കണ്ടെത്തി പരിഹരിക്കേണ്ട പ്രശ്നമാണിത്. നമ്മുടെ വരവിനെ പറ്റിയും ചിലവിനെ പറ്റിയും കൃത്യമായ ഒരു പഠനം തന്നെ അത്യാവശ്യമായി വന്നേക്കാം. തൻ്റെ ബാധ്യതയെപ്പറ്റി ആദ്യം തന്നെ പാർട്ട്ണറെ അറിയിക്കുക. നമ്മുടെ ചിലവുകളെ ആവശ്യം, അത്യാവശ്യം, നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്നിങ്ങനെ 2 കാറ്റഗറിയിൽ പെടുത്താം. ഭക്ഷണം, വസ്ത്രം, വീട്ടുവാടക, മെഡിക്കൽ ചിലവ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, കറണ്ട് ബില്ല്, ഗ്യാസ് എന്നീ ചിലവുകൾ നമ്മുടെ അത്യാവശ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ചിലവുകളാണ്. പക്ഷേ നമ്മുടെ മോശം അവസ്ഥയിൽ ആവശ്യം അഥവാ വാൺസിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അനാവശ്യമായ യാത്രകൾ, ഹോട്ടൽ ഫുഡ്, ഓൺലൈൻ പർച്ചേസ്, അനാവശ്യമായ ഷോപ്പിംഗ് എല്ലാം ഒഴിവാക്കുക. മിച്ചം വരുന്ന തുക ലോൺ തിരിച്ചടവിലേക്ക് മാറ്റുക. അധിക പലിശ വരുന്ന ലോൺ എടുത്ത് വേറൊരു ലോൺ അടയ്ക്കുന്ന രീതി നിങ്ങളിൽ വലിയ കടക്കെണിയിൽ വീഴ്ത്തും. അത് ഒഴിവാക്കണം. മറ്റൊരു ആശയം എന്നത് നിങ്ങളുടെ കൈവശം ഭൂമിയോ സ്വർണമോ മറ്റ് അസറ്റുകളോ ഉണ്ടെങ്കിൽ അത് വിറ്റുകൊണ്ടും നിലവിലുള്ള കടം ഒഴിവാക്കുന്നതിൽ തെറ്റില്ല. കാരണം നിങ്ങൾ വലിയ ഒരു സ്വാതന്ത്ര്യം കൈവരിക്കും. ജോലി ചെയ്ത സമ്പത്ത് പിന്നെയും കണ്ടെത്താം. ഒരു അഭിമാനക്കുറവും വിചാരിക്കരുത്. വിദഗ്ധനായ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ ഉപദേശം തേടുന്നത് ഈ ഘട്ടത്തിൽ നന്നായിരിക്കും. നിങ്ങൾക്ക് വരുമാനം ഒന്നും ഇല്ല, വിൽക്കാനായി അസറ്റുകൾ ഒന്നും തന്നെ ഇല്ല എങ്കിൽ മറ്റൊന്നും ആലോചിക്കരുത്. ഞാൻ ഇപ്പോൾ പാപ്പരാണ് എന്ന് ഒരു മടിയും കൂടാതെ ബാങ്ക് അധികൃതരെയും തൻ്റെ സുഹൃത്തുക്കളെയും അറിയിക്കുക. ആത്മാഭിമാനം ഓർത്ത് തൻ്റെ പ്രശ്നം തുറന്നു പറയാൻ മടി കാണിക്കരുത്. തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത പ്രശ്നത്തെ പുറത്തേക്ക് ഒഴുക്കിവിടുക. പരിഹാരം ഉണ്ടാകും. പണം കൈകാര്യം ചെയ്യുന്ന ചില ടിപ്സുകൾ കൂടെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നിർത്താം. ഒന്നാമതായി, പണത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു അച്ചടക്കം പാലിക്കുക എന്നതാണ്. 50-30-20 റൂൾ ഉപയോഗിച്ച് തൻ്റെ സമ്പത്തിനെ ചിലവഴിക്കുക. വരുമാനത്തിൻ്റെ 50% അത്യാവശ്യ ചിലവുകൾക്കും 30% മറ്റ് ആവശ്യങ്ങൾക്കും 20% തീർച്ചയായും ഭാവിക്ക് വേണ്ടി നിക്ഷേപിക്കുകയും വേണം. SIP പോലുള്ള പലതരം നിക്ഷേപ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. വ്യക്തമായി പഠിച്ച് സുരക്ഷിതമായ ഒരു നിക്ഷേപം നേരത്തെ തന്നെ തുടങ്ങുക. മറ്റൊരു പ്രധാനമായ കാര്യം എമർജൻസി ഫണ്ട് സൃഷ്ടിക്കുക എന്നതാണ്. തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം ഇതിലേക്ക് മാറ്റുക. ചുരുങ്ങിയത് 6 മാസത്തേക്കുള്ള അത്യാവശ്യ ചിലവിനുള്ള പണം ഈ ഫണ്ടിൽ സുരക്ഷിതമായിരിക്കണം. ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസ് എന്നിവ നിർബന്ധമാക്കുക. ഇത് തൻ്റെ ധനത്തെ സുരക്ഷിതമാക്കി വെക്കാൻ നല്ലൊരു വഴിയാണ്. ഇതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബത്തിൻ്റെ
സാമ്പത്തിക ഭദ്രത തകർക്കാൻ ഒരു ചെറിയ അസുഖം വന്നാൽ മതി. ഇന്നു മുതൽ നിങ്ങളുടെ വരുമാനത്തിൻ്റെയും ചിലവിൻ്റെയും കണക്കുകൾ സൂക്ഷിക്കുമല്ലോ. കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും കടത്തിൽപ്പെടാൻ വഴിയില്ല. പണം സമ്പാദിക്കുന്നതിന് ഒന്നിൽ കൂടുതൽ ഉറവിടങ്ങൾ കണ്ടെത്തുന്നത് നന്നായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പരിശ്രമിക്കുക. നമ്മുടെ അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാതിരിക്കുക. ഈ നിമിഷവും കടന്നു പോകും. ഈ തരത്തിൽ നമ്മുടെ ജീവിതത്തെ സമ്പന്നവും സുന്ദരവുമാക്കുന്ന വിജ്ഞാനപ്രദമായ എപ്പിസോഡുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലെത്താൻ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. കമൻറ്റുകൾ രേഖപ്പെടുത്തുക.